നമസ്തേ. നമുക്ക് സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയിൽ എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം, അത് ഏത് ഡയറക്ഷൻസിൽ വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫെങ്ഷു എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ലാഫിൻ ബുദ്ധ തന്നെ ഫെങ്ഷു എന്ന് പറഞ്ഞ് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ഫെങ്ഷുയിൽ വരുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ടൂളാണ് ഒരു ലാഫിൻ ബുദ്ധ. അപ്പോൾ ഒരു ലാഫിൻ ബുദ്ധ വളരെ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ലാഫിൻ ബുദ്ധ നമ്മുടെ സ്വീകരണ മുറിയിൽ വെക്കുന്നത് നമുക്ക് ശരിക്കും വെൽത്ത് നമ്മളിലേക്ക് വരുത്താനായിട്ട് നല്ലതാണ്. ഇതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും വെക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് ഉണ്ട്. നമ്മൾ ഒരുപാട് വീടുകളിൽ വെക്കുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ്. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധ നിൽക്കുന്നതായിട്ടാണ്. പണച്ചാക്കിന്റെ മുകളിലാണ് നിൽക്കുന്നത്. കയ്യിൽ ഒരു കയ്യിൽ റൂയി ഉണ്ട്, ഒരു കയ്യിൽ 6 ചൈനീസ് നാണയങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോസ്പെരിറ്റി ആയിട്ടാണ് ട്രാവലിംഗ് ബുദ്ധ നിൽക്കുന്നത്. ഇനി മറ്റൊരു സാധനം, നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ടൂളുകളാണ് പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. ഒരു 3 കാലുള്ള ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതാണ്. ഇതിൻ്റെ 7 നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾസ് ഇതിൻ്റെ മുകളിൽ, അതിൻ്റെ മുതുഭാഗത്തായിട്ട് ഇങ്ങനെ 7 സ്റ്റോണുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തവള നമ്മുടെ വീടിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ആ ഫ്രോഗിനെ വെക്കാം. അതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് നാണയം വെക്കണം. ഇതിൽ ഒരു സൈഡിൽ 4 ചൈനീസ് ലെറ്ററും മറ്റു സൈഡിൽ 2 ചിത്രങ്ങളുമായിരിക്കും. അപ്പം അതിന് ഇൻ സൈഡ് എന്നും യാങ് സൈഡ് എന്നും പറയും. അപ്പോൾ യാങ് സൈഡ് എന്ത് ചെയ്യണം? മുകളിൽ വരുന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീട്ടിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. പുറത്തോട്ട് നോക്കിയിരുന്നാൽ എന്ത് ചെയ്യും? നമ്മളിന്ന് പൈസ പോകും. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കി വയ്ക്കാം. ഇനി വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ അടിച്ചു കളയാനും വീട്ടിൻ്റെ 8 ദിക്കുകളുടെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഭാഗ്വ മിററാണ്. അതിന് 8 ദിക്കുകളുടെ സൂചനയുണ്ട്. അതിനകത്ത് 8 ഡയഗ്രാം ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മിററും ഉണ്ട്. അത് നമുക്ക് പ്രധാന വാതിലിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസും വയ്ക്കാവുന്നതാണ്. അടുത്തത്, നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരാനും നമ്മൾക്ക് ഗൃഹനാഥന് കൂടുതൽ അഭിവൃദ്ധി കിട്ടാനും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കുന്നത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേ പറയും മോൻ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ മോള് പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടൂളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ശംഖും അതിനോടൊപ്പം തന്നെ ഒരു ക്രിസ്റ്റലിൻ്റെ ഗ്ലോബും വെക്കുന്നത് വിദേശ യാത്രകൾക്ക് നല്ലതായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു വെൽത്ത് സിമ്പിൾസ് നിങ്ങൾക്ക് വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ വെക്കാം. ഒരു ബൗൾ എടുക്കുക, ആ ബൗളിനകത്ത് നിറച്ച് ചൈനീസ് കോയിൻ ഇടുക, അത് ഗോൾഡും കോപ്പറും കൂടെ ഇടാം. അതേപോലെ തന്നെ അതിനകത്ത് സെറ്റിൻ്റെ സ്റ്റോൺസ് വയ്ക്കാം. അതുപോലെ ഒരു ചെറിയ 3 ലെഗ്ഡ് ഫ്രോഗ് അതിനകത്ത് വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ ബൗളിനകത്താക്കി ഇൻഗോട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.